രക്തസാക്ഷികളുടെ കുടുംബങ്ങളെയും മുതിർന്ന നേതാക്കളെയും സന്ദർശിച്ച് കൂത്തുപറമ്പ് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി PK പ്രവീൺ. വ്യാഴാഴ്ച രാവിലെ മുതലായിരുന്നു സന്ദർശനം. മികച്ച ഭൂരിപക്ഷത്തിൽ കൂത്തുപറമ്പിൽ നിന്നും വിജയിക്കുമെന്ന് PK പ്രവീൺ ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു. രക്തസാക്ഷി കുടുംബങ്ങളെയും മുതിർന്ന നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ട് PK പ്രവീൺ വോട്ട് അഭ്യർത്ഥിച്ചു. രക്തസാക്ഷി മണ്ഡപങ്ങളിലും സ്മൃതി കുടീരങ്ങളിലും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് LDF സർക്കാരും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ KP മോഹനൻ MLAയും നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പ്രചരണം നടത്തുന്നതെന്നും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും PK പ്രവീൺ പറഞ്ഞു. രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നലത്തെ സ്വീകരണ കേന്ദ്രങ്ങളിലും നല്ല ജനപങ്കാളിത്തമായിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്തിലെ എല്ലാ മേഖലയും തൊട്ടുകൊണ്ടുള്ള പ്രവർത്തനം ജനങ്ങളിൽ എത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു ജനങ്ങളുടെ പെരുമാറ്റവും അതേപോലെയുള്ള ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാനും സാധിച്ചെന്ന് കാണാൻ സാധിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ റോഡ് ഷോയിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ റോഡ് ഷോ ഒരു പുതിയൊരു പ്രചരണ മാർഗമായിട്ട് എടുത്തിരിക്കുക. എങ്ങനെയായിരുന്നു ഇന്നലത്തെ റോഡ് ഷോ? റോഡ് ഷോ നല്ല ഇതായിരുന്നു. റോഡ് ഷോയിൽ എല്ലാ കേന്ദ്രങ്ങളും നല്ല ആളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റംദാൻ മാസമായിട്ട് പോലും പല മേഖലയിലും എല്ലാ ആളുകളും ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ആളുകൾ സജീവമായി തന്നെ കാണാൻ സാധിച്ചിരുന്നു. എത്രത്തോളാണ് വിജയപ്രതീക്ഷ ഈ മണ്ഡലത്തിൽ? മണ്ഡലം നിലനിർത്താനാവും എന്നുള്ള കൂടുതൽ ഭൂരിപക്ഷത്തോടെ നിലനിർത്താനാവും തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിൽ KP മോഹനേട്ടൻ തുടങ്ങിയ വികസന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ ശൈല ടീച്ചർ നടപ്പിലാക്കിയ വികസന കാര്യങ്ങളിലും എല്ലാ മേഖലയിലും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വ പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിലും ആ വികസനമായാലും ക്ഷേമമായാലും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ശുഭപ്രതീക്ഷയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിലേക്ക് ഒരു കന്യാംഗമാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കന്യാംഗം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കന്യാംഗത്തിൽ വന്നത്. അവരുടെ പൂർണ്ണമായ പ്രവർത്തനം സജ്ജമായി തന്നെ മുമ്പോട്ട് പോകും. അതനുസരിച്ചിട്ടുള്ള വിജയം എന്തായാലും ഉണ്ടാവും. ഇന്നലെ റോഡ് ഷോ കഴിഞ്ഞു. ഇന്നിപ്പോൾ രക്തസാക്ഷി കുടുംബങ്ങൾ മുതിർന്ന നേതാക്കളൊക്കെ കാണുകയാണ്. ഇനി എങ്ങനെയായിരിക്കും പ്രചരണം? മണ്ഡലം കൺവെൻഷൻ നടക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വീടുകളിലെ ജനങ്ങളെ കാണാനും അതേപോലെ പര്യടന പരിപാടിക്കും തുടക്കം കുറിക്കുകയാണ്. പ്രധാന നേതാക്കൾ വരുന്നുണ്ടാവും. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് അതനുസരിച്ച് മുമ്പോട്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ബുധനാഴ്ച PK പ്രവീൺ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.